എന്താണ് ഈ ബിഗിനേഴ്സ് പ്രോട്ടീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നവർക്ക് പോലും അറിയണ്ടായിരിക്കില്ല. ചേട്ടാ എനിക്ക് ബിഗിനേഴ്സ് കോഴിമുട്ട വേണമെന്ന് പറയാറുണ്ടോ? കോഴിമുട്ട ബിഗിനേഴ്സിനായാലും ഇന്റർമീഡിയറ്റ്സിലായാലും അഡ്വാൻസ്ഡ് ആയാലും മിസ്റ്റർ ഒളിമ്പിക് ആയാലും ഒരു കോഴിമുട്ട തന്നെ കിട്ടാൻ പോകുന്നുള്ളൂ. വേ പ്രോട്ടീൻ ഇൻഡസ്ട്രിയിൽ പതിയിരിക്കുന്ന ഇത്തരം ഒരുപാട് അപകടങ്ങളും ചതികളും തിരിച്ചറിയാനും റൈറ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനും പർച്ചേസ് ചെയ്യാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതും നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത്. റൈറ്റ് ബ്രാൻഡ് എങ്ങനെ സെലക്ട് ചെയ്യണം, എവിടെ നിന്ന് മേടിക്കണം, എങ്ങനെ മേടിക്കണം, എത്ര സ്കൂപ്പ് വെച്ച് ഡെയിലി കഴിക്കണം, അത് എങ്ങനെ കഴിക്കണം. ജിമ്മിലേക്ക് കാലെടുത്ത് വെക്കുന്നതോട് കൂടിയിട്ട് ഒട്ടുമിക്ക ആൾക്കാരും നല്ലൊരു വേ പ്രോട്ടീൻ ബ്രാൻഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സപ്ലിമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിക്കുകയായി. ഏത് ബ്രാൻഡ് കഴിച്ചാലാണ് ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുക, ഏത് ബ്രാൻഡിനാണ് ഏറ്റവും വിലക്കുറവ്, ഏതിലാണ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ്, ആമസോണിൽ നിന്ന് മേടിക്കണോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കണോ, US ബ്രാൻഡ് തന്നെ മേടിക്കണോ, അതോ ഇന്ത്യൻ ബ്രാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എത്ര സ്കൂപ്പ് കഴിക്കണം, ഇത് എത്ര നേരം കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, പാലിന്റെ കൂടെ കലക്കണോ, വെള്ളത്തിന്റെ കൂടെ കലക്കണോ, ഓട്സിന്റെ കൂടെ കലക്കണോ, ഇങ്ങനെ നിരവധി സംശയങ്ങളാണ് വേ പ്രോട്ടീനെ കുറിച്ചിട്ട് ബിഗിനേഴ്സിനുള്ളത്. ബിഗിനേഴ്സിന് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഈ ഒരു കാര്യത്തിൽ കിട്ടാറില്ല. ഒന്നിൽ അവരുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന അവരുടെ തന്നെ പ്രായമുള്ള ടീനേജേഴ്സിന്റെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഉപദേശം, അതുപോലെ സപ്ലിമെന്റ് ഷോപ്പിൽ ഇരിക്കുന്ന ചേട്ടൻ അല്ലെങ്കിൽ ജിമ്മിലെ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ റാൻഡം യൂട്യൂബ് വീഡിയോസ് ഓർ ഇൻസ്റ്റാഗ്രാം റീൽ ഇതൊക്കെ കണ്ടിട്ടാണ് ഒരാൾ ലൈഫിൽ ആദ്യമായിട്ട് ഒരു വേ പ്രോട്ടീൻ സപ്ലിമെന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. പക്ഷേ പലപ്പോഴും ലാക്ക് ഓഫ് നോളജ് അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ ചില ആൾക്കാർ അറിഞ്ഞിട്ട് തന്നെ വഴിതെറ്റിക്കുന്നവരുണ്ട്. സോ ദാറ്റ് ദേ ക്യാൻ മേക്ക് മോർ മണി ഔട്ട് ഓഫ് യു. അൺഫോർച്ചുനേറ്റ്ലി പല ട്രെയിനേഴ്സും അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്ക് മാർജിൻ കിട്ടുന്ന പ്രോഡക്റ്റ് അവർ സെല് ചെയ്യും. അതൊരു ജെന്യൂൻ പ്രോഡക്റ്റ് ആണോ, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണോ എന്നൊന്നും അവർ ചിന്തിക്കാറില്ല. എല്ലാവരും അല്ല, ക്ലയൻസിന് നല്ല പ്രോഡക്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ട്രെയിനേഴ്സ് ഉണ്ട്. പക്ഷേ ദർ വിൽ ഓൾവേസ് ബി ബാഡ് എക്സ് ഇൻ ദ ഇൻഡസ്ട്രി. ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ കയറി പർച്ചേസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേ പ്രോട്ടീൻ എന്ന് സെർച്ച് ബാറിൽ അടിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് ബ്രാൻഡുകൾ, 1000 രൂപയുടെ വേ പ്രോട്ടീൻ, 1500 രൂപയുടെ, 3000 രൂപയുടെ, 4000 രൂപയുടെ, ഇതിൽ ഏത് മേടിക്കണം, ഏതാണ് ജെന്യൂൻ, ഏതാണ് ഫേക്ക്, ഈ കാണുന്ന ഓഫേഴ്സ്, ഈ കാണുന്ന ഡിസ്കൗണ്ട്സ് ഇതൊക്കെ റിയൽ ആണോ, ഇതെല്ലാം ട്രസ്റ്റ് വർത്തി ആണോ, ഇതൊന്നും പോരാതെ ബിഗിനേഴ്സിനെ പറ്റിക്കാനായിട്ട് ബിഗിനേഴ്സിന്റെ അറിവില്ലായ്മ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സ് പ്രോട്ടീൻ ഇപ്പൊ മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എന്താണ് ഈ ബിഗിനേഴ്സ് പ്രോട്ടീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നവർക്ക് പോലും അറിയണ്ടായിരിക്കില്ല. ബിഗിനേഴ്സിന് മാത്രമായിട്ട് എന്താണ് ഒരു പ്രോട്ടീൻ, അതിന് എന്താണ് ഒരു പ്രത്യേകത. ഇപ്പൊ നിങ്ങൾ കടയിൽ പോയിട്ട് കോഴിമുട്ട മേടിക്കാൻ നേരത്ത് ചേട്ടാ എനിക്ക് ബിഗിനേഴ്സ് കോഴിമുട്ട വേണമെന്ന് പറയാറുണ്ടോ? കോഴിമുട്ട ബിഗിനേഴ്സിലായാലും ഇന്റർമീഡിയറ്റ്സിലായാലും അഡ്വാൻസ്ഡ് ആയാലും മിസ്റ്റർ ഒളിമ്പിക് ആയാലും ഒരു കോഴിമുട്ട തന്നെ കിട്ടാൻ പോകുന്നുള്ളൂ. അല്ലാതെ മിസ്റ്റർ ഒളിമ്പിയ കോഴിമുട്ട അല്ലെങ്കിൽ ബിഗിനേഴ്സ് കോഴിമുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണാറുണ്ടോ സൂപ്പർ മാർക്കറ്റിലോ ഷോപ്പിലോ? സോ ബിഗിനേഴ്സ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അല്ലേ, വെറുതെ അതിന്റെ പുറകെ പോയി കാശ് കളയണ്ട. വെനെവർ യു പർച്ചേസ് വേ പ്രോട്ടീൻ, പ്രോപ്പർ വേ പ്രോട്ടീൻ മേടിക്കുക. സ്കൂപ്പിൽ ഒരു 20 to 25 grams ഓഫ് വേ പ്രോട്ടീൻ എങ്കിലും ഉള്ള ഒരു പ്രോഡക്റ്റ് മേടിച്ച് കഴിക്കാനായിട്ട് നോക്കുക. So, how do we select the right whey protein brand out of all these hundreds of products and brands and e-commerce platforms and supplement shops? അതിനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ബജറ്റ് എത്രയാണെന്നാണ്. 1 കിലോ വേ പ്രോട്ടീന് നിങ്ങൾക്ക് എത്ര പൈസ ചെലവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത്. കാരണം പ്രൈസ് റേഞ്ച് നോക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട്സ് അറൌണ്ട് 1000 ഫോർ എ കിലോ അപ് ടു ഒരു 3500 4000 വരെ വേ പ്രോട്ടീൻ കിട്ടാനുണ്ട് മാർക്കറ്റിൽ. സോ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 to 2000 റേഞ്ചിൽ പെർ കിലോ വേ പ്രോട്ടീൻ കിട്ടാനുണ്ട്, 2000 to 3000 കിട്ടാനുണ്ട്, 3000 പ്ലസും കിട്ടാനുണ്ട്. സോ ആദ്യമേ പറയാനുള്ളത് വെച്ചാൽ 1000 to 2000 റുപ്പീസിൽ നിങ്ങൾക്ക് ഒരു കിലോ വേ പ്രോട്ടീൻ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു നോട്ട് ബൈ ഇറ്റ്. കാരണം 100% അത് ലോ ക്വാളിറ്റി വേ പ്രോട്ടീൻ ആയിരിക്കും, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ആയിരിക്കും. ഹൗ ഡു ഐ നോ ദാറ്റ്? കാരണം റോ വേ, അതായത് നമുക്ക് പാലിൽ നിന്നും കിട്ടുന്ന പച്ചയായിട്ടുള്ള വേ, വിതൗട്ട് എനി സ്വീറ്റ്നേഴ്സ്, വിതൗട്ട് എനി ചോക്ലേറ്റ് ഫ്ലേവർ, വിതൗട്ട് എനി പാക്കിംഗ്, 1 കിലോ റോ വേ കിട്ടാനായിട്ട് 1500 രൂപ ചെലവുണ്ട്. അതൊരു വേ പ്രോട്ടീൻ ബ്രാൻഡിന് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് പിന്നെയും ചിലവുണ്ട്. അതിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ചേർക്കണം, അതിൽ ഫ്ലേവേഴ്സ് ചേർക്കണം, അത് പാക്ക് ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, മിഡിൽമെന് മാർജിൻ കൊടുക്കണം, കമ്മീഷൻ കൊടുക്കണം. എല്ലാം കഴിഞ്ഞിട്ട് 1 കിലോ വേ പ്രോട്ടീൻ അവർക്ക് 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ പ്രോഡക്റ്റ് തട്ടിപ്പാക്കില്ലേ. സോ നിങ്ങളുടെ ബജറ്റ് 1000 അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 2000 രൂപയുടെ താഴെയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വേ പ്രോട്ടീൻ മേടിച്ചിട്ട് കാശ് കളയണ്ട. ആ പൈസയ്ക്ക് നിങ്ങൾക്ക് വല്ല കോഴിമുട്ടയോ ചിക്കനോ മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മച്ച് ബെനിഫിഷ്യൽ ഫോർ യുവർ മസിൽസ് ദാൻ കൺസ്യൂമിങ് എ ഫേക്ക് പ്രോഡക്റ്റ്. അപ്പോൾ ചില കുട്ടികൾ പറയും അയ്യോ ചേട്ടാ എൻ്റെ കയ്യിൽ ആകെ 1000 രൂപയുള്ളൂ, ഞാൻ എന്ത് ചെയ്യും, 1500 രൂപയുള്ളൂ, ഇത് വെച്ചിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് മതി. എന്തിനാണ് നിങ്ങൾ കാശ് കൊടുത്തിട്ട് വെറുതെ ഫേക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്? അതിലും ഭേദം വാങ്ങിക്കാതിരിക്കില്ലേ. സേവ് ഇറ്റ് ഫോർ ലേറ്റർ. നിങ്ങൾ കയ്യിൽ കാശാകുമ്പോൾ മേടിച്ച് കഴിച്ചാൽ മതി. വേ പ്രോട്ടീൻ കഴിച്ചാൽ തന്നെ മസിൽ വരുള്ളൂ, യാതൊരു നിയമമില്ല. നിങ്ങൾക്ക് ആ കാശിന് റിയൽ ഫുഡ് മേടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 300-400 ഗ്രാം ക്രിയാറ്റിൻ മേടിച്ച് കഴിച്ചൂടെ? വൈ വേസ്റ്റ് യുവർ ഹാർഡ് ഏൺ മണി ഫോർ സം ഫേക്ക് പ്രോഡക്ട്സ്? അപ്പോൾ 1000 അല്ലെങ്കിൽ 1500 രൂപയേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേ പ്രോട്ടീൻ മേടിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക വേണ്ട. ഇനി നിങ്ങൾക്കൊരു 2000 to 3000 റേഞ്ചിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലൈക്ക് ഡീസെന്റ് ക്വാളിറ്റി വേ പ്രോട്ടീൻ.
വലിയ തിരക്കേടില്ലാത്ത മോസ്റ്റ്ലി ഇന്ത്യൻ ബ്രാൻഡ്സ് ഒരു ഡീസന്റ് ക്വാളിറ്റി വേ പ്രോട്ടീൻ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഒരു 2000 തൊട്ട് 3000 രൂപ മുടക്കാനായിട്ട് ബജറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഹിയർ ദ ക്യാച്ച് ഈസ്, ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തട്ടിപ്പുകാർക്ക് നല്ലപോലെ അറിയാം. കാരണം 2000 തൊട്ട് 3000 വരെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ഇന്ത്യൻ പ്രോഡക്ട്സ്, ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇഷ്ടം പോലെ കിടന്ന് കളിക്കുന്നത് അവർക്കറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇവർക്ക് ആൾക്കാരെ പറ്റിക്കാനായിട്ട് പറ്റും, കാശുണ്ടാക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഏറ്റവും അധികം ഫേക്ക് പ്രോഡക്ട്സും കിടന്ന് കളിക്കുന്നത്, ബിറ്റ്വീൻ 2000 to 3000. സോ നിങ്ങൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ലൈക്ക് ആമസോണിലെ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നിങ്ങൾ മേടിക്കാനായിട്ട് തീരുമാനിച്ചു. ദർ ഇസ് എ വെബ്സൈറ്റ് കോൾഡ് Trustified.in. Trustified.in ഒരു ഉൽപ്പത്തി അല്ലെങ്കിൽ ലോഞ്ച് എന്ന് പറയുന്നത് 4-5 years ബാക്ക് ആണ്. അർപ്പിത് മംഗാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. ഹി ഈസ് ആൻ ഇന്ത്യൻ യങ്സ്റ്റർ ആണ്. ആൻഡ് വാട്ട് ഹി ഡസ് ഈസ്, പുള്ളി ആദ്യം യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ലേറ്റർ ഹി ലോഞ്ച് ദിസ് വെബ്സൈറ്റ് കോൾഡ് Trustified.in. ഈ ചെറുപ്പക്കാരൻ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വേ പ്രോട്ടീൻ ബ്രാൻഡ്സും, വേ പ്രോട്ടീൻ മാത്രമല്ല ഒട്ടുമിക്ക സപ്ലിമെന്റ്സും കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് പുള്ളി പർച്ചേസ് ചെയ്യും. എന്നിട്ട് അത് പുള്ളി തന്നെ കൺസ്യൂം ചെയ്തിട്ട് ലാബിൽ പോയിട്ട് ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് അത് ഓക്കെ ആണ്, ജെന്യുവിൻ ആണ്, ഇവർ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഇവർ പ്രോമിസ് ചെയ്തിട്ടുള്ള ഓഫർ ചെയ്തിട്ടുള്ള ഗ്രാംസ് ഓഫ് വേ പ്രോട്ടീൻ പെർ സ്കൂപ്പ് ഇതിനകത്തുണ്ട് എന്നുള്ളത് പുള്ളി ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് സർട്ടിഫിക്കേഷൻ കൊടുക്കും. Trustified.in സർട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ ഫേക്ക് ആണെങ്കിൽ ഫേക്ക് ആണെന്ന് പറയും. ആ ഫേക്ക് പ്രൊഡക്റ്റിന്റെ റിസൾട്ടും ഹി വിൽ പബ്ലിഷ് ഇൻ ദിസ് വെബ്സൈറ്റ്. സോ നിങ്ങളൊരു ബ്രാൻഡ് ഫൈനലൈസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഗോ ടു ദിസ് വെബ്സൈറ്റ് ഓർ ആപ്പ്. അവിടെ ഒരു സെർച്ച് ബാർ കാണാം. അതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള ബ്രാൻഡിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുക. Trustified ഒരു സർട്ടിഫിക്കേഷൻ അതിന് കിട്ടിയിട്ടുണ്ടോ, അതോ അവരുടെ ലാബ് ടെസ്റ്റിൽ ഫെയിൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ബ്രാൻഡാണോ നിങ്ങൾ മേടിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, നിങ്ങൾക്ക് $3000 അല്ലെങ്കിൽ $4000 ഒക്കെ 1 കിലോ വേ പ്രോട്ടീൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള പർച്ചേസിംഗ് പവർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡാഡി റിച്ച് ആണെന്ന് വെച്ചാൽ യു ക്യാൻ ഗോ ഫോർ ടോപ്പ് ബ്രാൻഡ്സ് ലൈക്ക് ഓൺ, ഡയമറ്റൈസ്, മസിൽ ടെക്, യൂണിവേഴ്സൽ ന്യൂട്രീഷൻ. അങ്ങനെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഡെക്കേഡ്സ് ആയിട്ട് കിടന്ന് കളിക്കുന്ന ടോപ്പ് പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മളൊരു ഫോൺ പർച്ചേസ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട് ആൻഡ് ദ ബഡ്ജറ്റ് ഈസ് നോട്ട് എ കൺസ്ട്രെയിൻ ഫോർ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങളൊരു ടോപ്പ് ബ്രാൻഡ് ലൈക്ക് ഐഫോൺ അല്ലെങ്കിൽ സാംസങ് ആയിരിക്കും മേടിക്കുക അല്ലേ. ഇൻ ദ സെയിം വേ പ്രോട്ടീൻ ഇൻഡസ്ട്രിയിലെ ടോപ്പ് പ്ലെയേഴ്സ് ആണ് ഞാൻ ഈ പറഞ്ഞ ഓണും, ഡയമറ്റൈസും, മസിൽ ടെക് അല്ലേ. മനസ്സിലേക്ക് വന്ന ഒരു 2-3 ബ്രാൻഡുകളുടെ പേര് പറഞ്ഞെന്ന് മാത്രം. സോ യു ക്യാൻ പർച്ചേസ് ദം വിതൗട്ട് എനി ഡൗട്ട്സ്. പക്ഷേ ഇവിടെയും ബി കെയർഫുൾ, കാരണം ഈ പറഞ്ഞ ബ്രാൻഡുകൾക്കും ഫേക്ക് കിടന്ന് കളിക്കുന്നുണ്ട്. കാരണം ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പ് ബ്രാൻഡുകൾക്കാണ് ഏറ്റവും അധികം ഫേക്ക് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഷൂസ് വാങ്ങിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫേക്ക് ഏതിലാണ് കിട്ടുക? നൈക്കിയിലും അഡിഡാസിലും റീബോക്കിലാണ് ഏറ്റവും അധികം ഫേക്ക് കാണുക, റൈറ്റ്? അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പ് ബ്രാൻഡുകളാണ് ഈ പറഞ്ഞ ഓണും, ഡയമറ്റൈസും, മസിൽ ടെക് എല്ലാം. ഏറ്റവും അധികം ഫേക്ക് ഇറങ്ങുന്നതും ഓണിന്റെയും ഡയമറ്റൈസിന്റെയും മസിൽ ടെക്കിന്റെ ഒക്കെ തന്നെയായിരിക്കും. സോ ദ സെക്കൻഡ് ക്വസ്റ്റൻ ഈസ്, വേർ ഡു യു പർച്ചേസ് ഓൾ ദീസ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഓൾ ദീസ് പ്രൊഡക്ട്സ്? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ പേഴ്സണൽ സജഷൻ ഈ ഒരു കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ, ഡു നോട്ട് പർച്ചേസ് ഫ്രം ആൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. എത്ര തന്നെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര വർഷങ്ങളായിട്ടുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഇഷ്ടം പോലെ ഫേക്ക് പ്ലേയേഴ്സ്, തട്ടിപ്പ് വീരന്മാർ അതിൽ കിടന്ന് കളിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി പോക്കറ്റിലാക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളൊരു ബ്രാൻഡ് വൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സേഫസ്റ്റ് വേ ടു ഗെറ്റ് എ ജെന്യൂൻ പ്രോഡക്റ്റ് ഈസ് അവരുടെ വെബ്സൈറ്റിലോ ആപ്പിലോ പോയിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ ഇഷ്ടംപോലെ ജെന്യൂൻ പ്രോഡക്ട്സ് ഉണ്ട്. ഐ എം നോട്ട് സേയിങ് എവറിത്തിങ് ഈസ് ഫേക്ക്. ഞാനും ഈ പറഞ്ഞ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിലൊക്കെ പർച്ചേസ് ചെയ്യാറുള്ള ആളാണ്. ജെന്യൂനും കിട്ടാറുണ്ട്, അതുപോലെ തന്നെ ചിലപ്പോഴും ഫേക്കും കിട്ടിയിട്ടുണ്ട്. സോ ടു ബി ഓൺ ദ സേഫർ സൈഡ്, എപ്പോഴും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് അവരുടെ ഓൺ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിൽ നിന്നോ മേടിക്കാനായിട്ട് ശ്രമിക്കും. ഇത് എത്ര സ്കൂപ്പ് വെച്ച് കഴിക്കണം അല്ലെങ്കിൽ ഇത് എത്ര തവണ കഴിക്കണം? ഈസ് ദർ എനി അപ്പർ ലിമിറ്റ്? അപ്പം എത്ര സ്കൂപ്പ് വെച്ച് കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ എത്ര സ്കൂപ്പ് വരെ കഴിക്കാം എന്നതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാരണം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു ദിവസം എത്ര ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ആവശ്യമുണ്ടെന്നുള്ളതാണ്. സോ ഫോർ കിഡ്സ് ഇറ്റ് ഈസ് 0.8 to 1 gram per kilo ഓഫ് ബോഡി വെയ്റ്റ്. അതായത് ഒരു 30 കിലോ ഉള്ള കുട്ടിയാണെന്ന് വെച്ചെങ്കിൽ ആ കുട്ടിക്ക് ഒരു ദിവസം 24 ഗ്രാം തൊട്ട് 30 ഗ്രാം വരെ പ്രോട്ടീൻ ആവശ്യമുണ്ട്. അഡൾട്ട്സിന്റെ കാര്യത്തിലേക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ അളവിൽ തന്നെയാണ് പ്രോട്ടീൻ വേണ്ടത്. പക്ഷേ ഇറ്റ് വേരീസ് പേഴ്സൺ ടു പേഴ്സൺ. ഒരാളുടെ ശരീരഭാരവും അതുപോലെ അയാൾ ഫിസിക്കലി എത്രത്തോളം ആക്റ്റീവ് ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം അയാളുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് തീരുമാനിക്കാനായിട്ട്. ഇപ്പം ഫിസിക്കലി ആക്റ്റീവ് അല്ലാത്ത ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടത് 1 gram per kilo ഓഫ് ബോഡി വെയ്റ്റ്. അതായത് 60 കിലോ ഉള്ള ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഡെയിലി വേണ്ടത് 60 gram ഓഫ് പ്രോട്ടീൻ ആണ്. അതേസമയം റെഗുലർ ആയിട്ട് ജിമ്മിൽ പോകുന്ന, വർക്കൗട്ട് ചെയ്യുന്ന, മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 gram എന്നുള്ളത് 1.5 അല്ലെങ്കിൽ ഒരു 1.6 gram per kilo ഓഫ് ബോഡി വെയ്റ്റ് വേണ്ടി വരും. വിച്ച് മീൻസ് 60 കിലോ ഉള്ള ഒരു അത്ലീറ്റ് അല്ലെങ്കിൽ 60 കിലോ ഉള്ള ഒരു ബോഡി ബിൽഡർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഓർ ഷീ വിൽ നീഡ് അറൌണ്ട് 100 grams ഓഫ് പ്രോട്ടീൻ എവറി ഡേ. ഈ ഒരു ഡെയിലി പ്രോട്ടീൻ ഗോൾ അല്ലെങ്കിൽ പ്രോട്ടീൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് മേടിച്ചിട്ടുള്ളത്? വേ പ്രോട്ടീൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ നമുക്ക് അറൌണ്ട് ഒരു 25 grams ഓഫ് പ്രോട്ടീൻ കിട്ടും. എന്നാൽ പിന്നെ നമുക്ക് 4 സ്കൂപ്പ് വേ പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 100 grams മീറ്റ് ചെയ്തൂടെ? അങ്ങനെ ഒരാൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അയാളെ തെറ്റി പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇറ്റ്സ് ക്വയറ്റ് ഈസി ആൻഡ് കൺവീനിയന്റ് അല്ലേ. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ വേ പ്രോട്ടീനിൽ നിന്നും കിട്ടുന്ന പ്രോട്ടീൻ മാത്രം പോരാ. യു ഓൾസോ നീഡ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഫോർ
ഫോർ യുവർ ഡെയിലി ഫങ്ഷൻസ് ആൻഡ് ഹെൽത്ത്. ഈ ചോറ് വാരി തിന്നുന്ന പോലെ വേ പ്രോട്ടീൻ തന്നെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൈറ്റമിൻസും മിനറൽസും ഒന്നും നിങ്ങളുടെ ശരീരത്തിൽ എത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പരമാവധി പ്രോട്ടീൻ നിങ്ങൾ റിയൽ ഫുഡിൽ നിന്ന് കഴിക്കാനായിട്ട് നോക്കുക. ലൈക്ക് എഗ്സ്, ചിക്കൻ, ഫിഷ്, ബീഫ്, ഡയറി പ്രോഡക്ട്സ്, ഇതൊക്കെ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഫുഡ് സോഴ്സസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ എന്താണ് കഴിക്കാൻ പറ്റുക? ഇപ്പോൾ നിങ്ങൾക്ക് മുട്ടയാണെന്ന് വെച്ചാൽ മുട്ട, ഫിഷ് ആണെങ്കിൽ ഫിഷ്, ചില ആൾക്കാർക്ക് ഡയറി പ്രോഡക്ട്സ് ഡെയിലി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ അവൈലബിൾ ആയിട്ടുള്ള, ആക്സസിബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫുഡ് സോഴ്സസ്, പരമാവധി ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഫുഡ് സോഴ്സസ് ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഡിന്നറിലൊക്കെ ആയിട്ട് മാക്സിമം ആഡ് ചെയ്യുക. എന്നിട്ട് ബാക്കി എത്ര ഷോർട്ട് വരുന്നുണ്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഡെയിലി ഒരു 5 കോഴിമുട്ട കഴിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു അറൗണ്ട് ഒരു 30 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ കിട്ടും. നിങ്ങളൊരു ഡെയിലി ഒരു 200 ഗ്രാംസ് ചിക്കൻ കഴിക്കണമെന്ന് വിചാരിക്കുക. വിച്ച് വിൽ ഗിവ് യു അറൗണ്ട് 50 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ. സോ 30 ഗ്രാം മുട്ടയിൽ നിന്ന് 50 ഗ്രാം ചിക്കനിൽ നിന്ന് കിട്ടി. ദാറ്റ് മേക്സ് 80 ഗ്രാം. നിങ്ങൾക്ക് 60 kg വെയിറ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു 100 ഗ്രാംസ് പ്രോട്ടീൻ ആവശ്യമുണ്ട്. അപ്പോൾ 80 ഗ്രാം നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് കിട്ടി. നിങ്ങൾക്കൊരു 20 ഗ്രാംസും കൂടെ ബാക്കിയുണ്ട്. 20 ഗ്രാംസ് നിങ്ങൾക്ക് ഷോർട്ട് ഉണ്ട് ടു മീറ്റ് യുവർ ഡെയിലി പ്രോട്ടീൻ റിക്വയർമെന്റ്. അപ്പോൾ അന്നേരം നിങ്ങൾക്കൊരു 1 സ്കൂപ്പ് വേ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്കൊരു 20 to 25 ഗ്രാംസ് പ്രോട്ടീൻ കിട്ടും. അത് കഴിക്കുന്നതോട് കൂടിയിട്ട് യു ആർ ഏബിൾ ടു ഹിറ്റ് യുവർ ഡെയിലി പ്രോട്ടീൻ റിക്വയർമെന്റ്. ഇതാണ് വേ പ്രോട്ടീൻ്റെ ആക്ച്വൽ പർപ്പസ്. നിങ്ങളുടെ ഡെയിലി പ്രോട്ടീൻ റിക്വയർമെന്റ് നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ ആ ഒരു ഷോർട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരു ഫില്ലറായിട്ട് ആക്ട് ചെയ്യുക. സോ ആ ഒരു ഷോർട്ട് നികത്താനായിട്ട് മാത്രം വേ പ്രോട്ടീൻ കഴിക്കുക, അല്ലാതെ ചോറ് വാരി തിന്നുന്ന പോലെ കഴിക്കാതെ. അപ്പോൾ മുട്ടയും ചിക്കനും ഫിഷും ബീഫും അതുപോലെ ഡയറി പ്രോഡക്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾ പ്രോട്ടീൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുട്ടയിൽ നിങ്ങൾക്ക് ഹെൽത്തി ഫാറ്റ്സ് കിട്ടും, നിങ്ങൾക്ക് വൈറ്റമിൻ B12 കിട്ടും, വൈറ്റമിൻ സി ഒഴിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻസും കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഫിഷ് കഴിക്കുക വെച്ചാൽ അത് ഒമേഗ ഫാറ്റ് ആസിഡ്സിന്റെ വളരെ റിച്ച് ആയിട്ടുള്ള സോഴ്സാണ്. നിങ്ങൾ ഡയറി പ്രോഡക്ട്സ് കഴിക്കുമ്പോൾ യു വിൽ ഗെറ്റ് കാൽഷ്യം. നേരെ മറിച്ച് വേ പ്രോട്ടീൻ മാത്രം കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ജസ്റ്റ് ഗെറ്റിംഗ് പ്രോട്ടീൻ. അപ്പോൾ അതുകൊണ്ടാണ് ഫുഡ് സോഴ്സിൽ നിന്ന് മാക്സിമം പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാനായിട്ട് പറയുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന ഷോർട്ട് മാത്രം മേക്കപ്പ് ചെയ്യാനായിട്ട് വേ പ്രോട്ടീൻ കഴിക്കാനായിട്ട് പറയുന്നത്. പിന്നെ ബൈ ദ വേ, ഏത്തപ്പഴത്തിൽ പ്രോട്ടീൻ ഇല്ല. ആരാണ് ഇതായത് മണ്ടത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്കറിയില്ല. ഒട്ടുമിക്ക കുട്ടികളോടും പ്രോട്ടീൻ കിട്ടാനായിട്ട് എന്തൊക്കെ കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന കാര്യം ഡെയിലി ഒരു ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നതാണ്. ഓൾറൈറ്റ്. സോ മറ്റൊരു കോമൺ ഡൗട്ട് ബിഗിനേഴ്സിന്റെ ഇടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ്. ജിമ്മിൽ ഏറ്റവും മസിലുള്ള ചേട്ടൻ വർക്കൗട്ടിന്റെ ഇടയിൽ ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. അപ്പം ജിമ്മിന്റെ ഇടയിൽ, വർക്കൗട്ടിന്റെ ഇടയിൽ, സെറ്റിന്റെ ഇടയിൽ തന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കണോ, അതോ ജിമ്മ് കഴിഞ്ഞ ഉടനെ കഴിക്കണോ, വീട്ടിലെത്തിയിട്ട് കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വർക്കൗട്ടിന് ശേഷം 30 മിനിറ്റിനകത്ത് മറ്റേ അനബോളിക് വിൻഡോ അടയുന്നേക്കാൾ മുന്നേ ചാടിക്കേറി വേ പ്രോട്ടീൻ കഴിച്ചില്ല വെച്ചാൽ മസിൽ ലോസ് ഉണ്ടാകും എന്നൊക്കെ ഈ പുതിയ കുട്ടികളെ പല ആൾക്കാരും പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുള്ളതായി കാണാം. അങ്ങനെ യാതൊരു ടെൻഷനും വേണ്ട. പോസ്റ്റ് വർക്കൗട്ടിന് ശേഷം കഴിക്കാൻ വെച്ചാൽ ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ട്. പോസ്റ്റ് വർക്കൗട്ടിന് ശേഷം നമ്മളുടെ ശരീരം കുറച്ചും കൂടെ റെസ്പോൺസീവ് ആയിരിക്കും, കുറച്ചും കൂടെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. വേ പ്രോട്ടീൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി ബയോ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് വർക്കൗട്ട് വേ പ്രോട്ടീൻ കഴിക്കുമ്പോൾ ബോഡി ക്യാൻ അബ്സോർബ് ഇറ്റ് വെരി വെൽ എന്ന് കരുതി അതുകൊണ്ട് വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ് വർക്കൗട്ട് കഴിച്ചാലും പ്രീ വർക്കൗട്ട് കഴിച്ചാലും രാത്രി എടുക്കാൻ നേരത്ത് കഴിച്ച് കഴിഞ്ഞാലും ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. ഒരു എസ്തെറ്റിക് ഫിസിക് ബിൽഡ് ചെയ്യാനായിട്ട്, നല്ല മസിൽസ് ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേ പ്രോട്ടീൻ്റെ ടൈമിങ്ങിനെ പറ്റിയിട്ടൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോ ബോഡി ബിൽഡേഴ്സ് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അവർക്ക് അവരുടെ എതിരാളിയെ, കോമ്പറ്റീറ്ററിനെ അടിച്ചിടാനായിട്ട് എന്തെങ്കിലും ചെറിയൊരു പൊടിക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന എന്തും അവർ ചെയ്യും. സോ ദേ ആർ ദ വൺസ് ഹു ഷുഡ് ബി ബോതേർഡ് അബൌട്ട് ലിറ്റിൽ മൈന്യൂട്ട് തിങ്സ്. നിങ്ങൾ അത്ലീറ്റോ എന്നുള്ള പ്രോ ബോഡി ബിൽഡറോ അല്ലെങ്കിൽ മിസ്റ്റർ ഒളിമ്പിക്ക് വേണ്ടി മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ഇറ്റ് എനി ടൈം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫുഡിൽ നിന്ന് പ്രോട്ടീൻ കിട്ടാനുള്ള സമയത്ത് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് വേ പ്രോട്ടീൻ കഴിക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളിപ്പോൾ രാവിലെ ഒരു 5 കോഴിമുട്ട കഴിക്കുന്ന ആളാണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ രാവിലെ വേ പ്രോട്ടീൻ കഴിക്കേണ്ട ആവശ്യം. മുട്ടയിൽ നിന്ന് ഓൾറെഡി നിങ്ങൾക്ക് ഒരു 30 ഗ്രാം പ്രോട്ടീൻ കിട്ടി കഴിഞ്ഞു. ഉച്ചയ്ക്ക് നിങ്ങൾ ഊണിൻ്റെ കൂടെ മീൻ കറി കഴിക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ഗെറ്റിംഗ് പ്രോട്ടീൻ അഗൈൻ ഫ്രം യുവർ ഫുഡ്. സമയം രാത്രി നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പ്രോട്ടീൻ ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒരു 2 ചപ്പാത്തിയും വെജിറ്റോറിയൻ മാത്രമാണ് കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗെറ്റിംഗ് പ്രോട്ടീൻ ഇൻ ദ നൈറ്റ്. ഇൻ ദാറ്റ് കേസ് നിങ്ങൾ നൈറ്റ് വേ പ്രോട്ടീൻ എടുക്കുക. നേരെ മറിച്ച് നിങ്ങൾക്ക് ഉച്ചയ്ക്കും രാത്രിയും ഫുഡിൽ നിന്ന് പ്രോട്ടീൻ കിട്ടാണ്ട് നിങ്ങൾക്ക് രാവിലെയാണ് ഫുഡിൽ നിന്ന് കിട്ടാൻ വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇത് എങ്ങനെ കഴിക്കണം? പാല് കഴിക്കണോ, വെള്ളത്തിൽ കഴിക്കണോ? അപ് ടു യു. ഏറ്റവും ഈസി ആയിട്ടുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മില്ലി 250 മില്ലി വെള്ളം എടുക്കുക, അതിൽ വേ പ്രോട്ടീൻ മിക്സ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് പാല് കഴിക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ നല്ലത്, നിങ്ങൾ സ്മൂതി ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് വേ പ്രോട്ടീൻ ഇൻ ദാറ്റ് ബ്ലെൻഡ്. സോ എങ്ങനെ കഴിച്ചാലും നിങ്ങളുടെ വയറ്റിലോട്ട് ഈ സാധനം എത്തിയാൽ മതി. സോ വേ പ്രോട്ടീൻ മേടിക്കുമ്പോൾ ബ്രാൻഡിന്റെ ജെന്യൂനിറ്റി എങ്ങനെ പരിശോധിക്കണമെന്നും, എങ്ങനെ വാങ്ങിക്കണമെന്നും, എവിടെ നിന്ന് വാങ്ങിക്കണമെന്നും, എപ്പോൾ കഴിക്കണമെന്നും, എത്ര സ്കൂപ്പ് കഴിക്കണമെന്നും ഒരു ഐഡിയ, ഒരു ധാരണ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു എന്ന് കരുതുന്നു. ബ്രാൻഡിന്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യാനായിട്ട് Trustify.in പോയിട്ട് നോക്കുക. എത്ര സ്കൂപ്പ് കഴിക്കണമെന്ന് അറിയാനായിട്ട് നിങ്ങളുടെ ഡെയിലി പ്രോട്ടീൻ റിക്വയർമെന്റ് എത്രയാണെന്ന് മനസ്സിലാക്കുക. എത്ര ഷോട്ട് വരുന്നുണ്ടെന്ന് നോക്കുക. എന്നിട്ട് അത് വേ പ്രോട്ടീൻ വെച്ച് ഫില്ല് ചെയ്യുക. ഏത് സമയത്ത് കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പോസ്റ്റ് വർക്കൗട്ട് കഴിക്കാൻ പറ്റാന്ന് വെച്ചാൽ കുറച്ച് നല്ലത്. എങ്ങനെ കഴിക്കണം, എന്തിൽ മിക്സ് ചെയ്ത് കഴിക്കണം, ടോട്ടലി അപ് ടു യു. സോ ഇതുപോലുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ട്, മിത്ത് ബസ്റ്റിംഗ് ഇൻഫർമേഷന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് ആൻഡ് ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.